ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ വ്ളോഗ്. അപ്പോൾ നമ്മൾ പഴനിയിലെത്തിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ പഴനിയിൽ ഒരു ഹോട്ടലിൽ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഴനിയിലെ ഗണപത് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. നേരെ പഴനി അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഹോട്ടലാണ്. ഇതാണ് ഈ കാണുന്ന ഹോട്ടൽ. അത്യാവശ്യം നല്ല ഗ്രാൻഡാട്ടോ. അപ്പോൾ ഈ പഴനിയിൽ ഇത്രയും നല്ലൊരു ഹോട്ടൽ, ഗ്രാൻഡായിട്ടുള്ളൊരു ഹോട്ടൽ വേറെ എനിക്ക് തോന്നുന്നു ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത്ര അടുത്ത് പഴനി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇത്രയും ഒരു നല്ല സെക്യൂരിറ്റിയും നല്ല ഫെസിലിറ്റീസുള്ളൊരു ഹോട്ടൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഹോട്ടലിൻ്റെ പേര് ഗണപത് ഗ്രാൻഡ് എന്നാണ്. നേരെ ഇതുണ്ടല്ലേ, ഇത്രയും വലിയ ഗ്രാൻഡായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഒരു അക്വേറിയമൊക്കെ ഉണ്ട് ഇവിടെ അതിനടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിനകത്തേക്ക് വന്നപ്പോൾ എനിക്കത് ഇവിടെ ദോശയും പിന്നെ ഒരു എന്താ പറയുക, മറ്റേ ഉള്ളിവട പോലത്തെ സംഭവമൊക്കെയാണ്, കിഴങ്ങൊക്കെ വെച്ച് അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ഹോട്ടലിൻ്റെ പുറത്തേക്ക്, നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് കാണിക്കാം. ഓക്കെ, നിങ്ങളത് അങ്ങേറ്റത്ത് കാണുന്നതാണ് ഈ പറയുന്ന പഴനി അമ്പലം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് ഈ കാണുന്ന, അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. പിന്നെ പഴനി അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന പോലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറി തൊഴുതിട്ടൊക്കെയാണ് വന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇപ്പം സ്കൂൾ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നല്ല 4 മണിക്ക് പോയി സുഖമായിട്ട് തൊഴുതു. അപ്പോൾ ഈ ഹോട്ടലിന് ചുറ്റും അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ വീണ്ടും നമുക്ക് അമ്പലം കാണാം. അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ ഈ ഹോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ റൂമും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ വളരെ നല്ല ഇതുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അത്യാവശ്യം നല്ല ഗ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പോൾ പ്രൈവറ്റായിട്ട് വണ്ടികൾ കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഹോട്ടൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, അധികം ദൂരെയൊന്നുമല്ല, തൊട്ട് ഫ്രണ്ടിൽ തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗണപതിയുടെ ഒരു ചെറിയ അമ്പലം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, രാത്രിയൊക്കെ നമുക്ക് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രാത്രി വിഷ്വൽസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ചുറ്റും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്നൊരു വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റും, അമ്പലത്തിനകത്ത് നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല, അലൗഡല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ പുറത്തുള്ള കാഴ്ചകളെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ ഇനി അപ്കമിങ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.